നാട്ടിൽ ആദരിക്കുന്ന അഹ്മദുൽ കബീർ റിഫായി ആണല്ലോ, ഞാൻ അദ്ദേഹത്തെയാണല്ലോ അടിച്ചത്. ഈ അടി കൊടുത്ത മനുഷ്യൻ, ചെറുപ്പക്കാരൻ, സുബ്ഹാന ജല്ല ജലാലുഹു, അവിടെ ബോധം കെട്ട് പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യും? അന്തം വിട്ട് നിൽക്കി. നമ്മളെങ്ങാനും അങ്ങനെ അടിച്ചൊരു വ്യക്തി തലകറങ്ങി വീണാൽ എന്താ ചെയ്യുക? ശരീരത്തിൽ കയറി എന്തൊക്കെ ചെയ്യും? ഏതെല്ലാം അക്രമം നടത്തിയില്ല. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അവിടെ നോക്കി നിൽക്കുകയാണ്. പടച്ചവനെ, നാട്ടിൽ ദാരിദ്ര്യം പിടിപെട്ട സമയത്ത് മക്കളെ പോറ്റാൻ വകയില്ലാതെ വന്നപ്പോ അതേ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യരെ അടിച്ച് കൈ നിറയെ പണം വാങ്ങാൻ ആശിച്ചു വന്ന ചെറുപ്പക്കാരനാണ്. അവൻ എന്നെയാണല്ലോ അടിച്ചിട്ടുള്ളത്. ഈ അടിച്ച സമയം എന്റെ മുഖം കണ്ട ഉടനെ തന്നെ തലകറങ്ങി വീണുപോയി, ബോധം നഷ്ടപ്പെട്ടു പോയി. ഉടനെ അവിടെ തന്നെ നിന്ന് അല്പസമയം കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറയുന്നു, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നു, മോനെ, അധിക സമയം നീ ഇവിടെ നിന്ന് പോകരുത്. എന്റെ ബന്ധുക്കൾ, ഞാനുമായി ബന്ധപ്പെട്ടവർ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഈ രക്തമൊഴുകുന്ന ശരീരം കണ്ടാൽ നിനക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാട് വിട്ട് കൊള്ളണം, ഇവിടെ നിന്ന് പോകരുതെന്ന് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞ സമയം ഞാൻ നാട് വിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയും ചെറുപ്പക്കാരനോട്, പോലെ നീ, ഞാൻ നിന്റെ കൂടെ വരാം. നിന്റെ നാടിന്റെ അതിർത്തി എത്തുന്നത് വരെയും ഞാനും നിന്റെ കൂടെ വരികയാണ്. എന്തേ കാരണം? അന്യ നാട്ടിൽ നിന്ന് വന്ന നിന്നെ ഒരുപക്ഷെ അപരിചിതനായതുകൊണ്ട് ജനങ്ങൾ അടിച്ചേക്കാം, ശരീരത്തിൽ മുറിവേൽപ്പിച്ചേക്കാം. അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ നിന്റെ അതിർത്തി എത്തുന്നത് വരെയും വരാം. ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ട് ആ വലിയ നേതാവ് ചെറുപ്പക്കാരന്റെ കൂടെ നാട് കടത്താൻ വേണ്ടി പോവുകയാ. എന്തിനു വേണ്ടി? മറ്റുള്ളവന്റെ അക്രമത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നാടിന്റെ അതിർത്തി എത്തിയപ്പോ നാടിനോട് യാത്ര പറയാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത്, മോനെ നീ പോകല്ല, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിന്നോട്. എന്താണ് ചോദ്യം? സുബ്ഹാനല്ലാഹ്, മറ്റൊന്നുമില്ല. ഉടനെ ഈ ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ, നീ എന്നെ അടിക്കാൻ വേണ്ടി വന്ന സമയം ഇരുട്ടായിരുന്നു. എന്റെ മുഖം തിരിച്ചറിഞ്ഞപ്പോൾ നീ ബോധം കെട്ടുപോയില്ലേ? ആ ബോധം നഷ്ടപ്പെട്ടത് എന്റെ കാരണം കൊണ്ടല്ലേ? ആ ബോധം നഷ്ടപ്പെട്ടത് എന്റെ കാരണമായത് കൊണ്ട് തന്നെ നീ എന്നോട് പൊരുത്തപ്പെടണമെന്ന് പഠിപ്പിച്ച അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പൊരുത്തപ്പെടിപ്പിക്കുകയാണ്. എന്നിട്ട് നാട് കടത്തുകയാണ്, തിരിച്ചു കുടുംബത്ത് വരികയാണ്. വന്നിട്ട് മഹാനവറുകൾ പറയുന്നു, മുരീദിനെ വിളിച്ചിട്ട്, മോനെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നവരെ ആക്രമിക്കാൻ ചില കക്ഷികൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനുണ്ടാകാൻ പാടില്ല. ദാരിദ്ര്യം പിടിപെട്ടതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഭക്ഷ്യക്കിറ്റ് മുഴുവനും നിറച്ച് ഇന്നാലിന്റെ സ്ഥലത്ത് ആ യഹൂദിയും കുടുംബവും താമസിക്കുന്നതിന് അവിടെ കൊണ്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ അടി കിട്ടിയിട്ട് ശരീരം പൊട്ടി ഒലിച്ചിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സഞ്ചി നിറയെ ഭക്ഷ്യവസ്തുക്കളുമായിട്ട് നേരെ കൊണ്ടു കൊടുക്കാൻ പറയാ. അങ്ങനെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടിയായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കൊടുത്തയച്ച ഭക്ഷണം മുരീദ് കൊണ്ടു കൊടുക്കുകയാണ്. ഇയാൾ അന്തം വിട്ട് നോക്കി നിൽക്കുക. അതാ ഇന്ന മനുഷ്യൻ തന്ന ഭക്ഷണമാണ്. നിങ്ങൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞു, ഭാര്യയും മക്കളും കുടുംബമൊക്കെ പട്ടിണിയിലാണെന്ന് പറഞ്ഞു. വയറു നിറയെ ഭക്ഷണം കിട്ടാതെ കഴിക്കാൻ വേണ്ടി കിറ്റ് കൊണ്ടുവന്നതാണ്. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, എന്താണ് അവിടുത്തെ മനസ്സിന്റെ വിശാലത. അല്ലാഹു ഒരു കൂടെ സ്വർഗത്തിലാക്കി തരട്ടെ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുക, ആരാ തന്നത്? ഇന്നാളിന്റെ ഒരു മനുഷ്യൻ, അദ്ദേഹം എനിക്ക് ഭക്ഷണം തന്നു. അത്ഭുതത്തോടെ ചോദിക്കുകയാ, എനിക്ക് ഭക്ഷണം തന്നു. എന്താ നീ അങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുന്നത്? അദ്ദേഹം കുറെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. ഇങ്ങനെ ബേജാറ് ചോദിക്കാൻ എന്താ കാര്യം? അതല്ല, ഞാൻ ഇന്നലെ അദ്ദേഹത്തെ ശരീരത്തിൽ അടിച്ച് മുറിവേൽപ്പിച്ചവനാണ്. എന്നിട്ട് എന്റെ കയ്യിലേക്ക്, എന്റെ കുടുംബത്തേക്ക് ഭക്ഷണം കൊടുത്തയച്ചിരിക്കുകയാണോ? ഉടനെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി ചെന്നിട്ട് ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുന്ന, മോളെ, ഇനി ഒരു സെക്കൻഡ് നമുക്ക് ഇവിടെ നിന്നുകൂടാ. അതേ, ഞാൻ ആക്രമിക്കപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം വിശ്വസിച്ച മതമേതാണോ ആ മതം
മഹത്തിൽ മെമ്പർഷിപ്പ് എടുക്കലല്ലാതെ നിർവാഹമില്ല. കുടുംബത്തോടെ വരുന്ന മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ ഹദറത്തിലേക്ക് വന്നിട്ട് പറയുന്നു, ഓ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ, നിങ്ങൾ വിശ്വസിച്ച മതമേതാണോ ഞങ്ങളതാ വിശ്വസിച്ചിരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഹിച്ചടി വാങ്ങിയത് എന്തിനാ? ഈ കുടുംബം ഇസ്ലാമിലേക്ക് വരാനാ. നമ്മുടെ ദഅവാ പ്രവർത്തനവും നമ്മുടെ സാധനവും കണ്ട നാലാൾ ഇങ്ങോട്ട് വരുന്നതിന് പകരം നാലാൾ അങ്ങോട്ട് പോവില്ല ചെയ്യുക. നമ്മൾ കല്യാണം നടത്തുന്നു, ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നു, സാന്ത്വന പ്രവർത്തനം നടത്തുന്നു. എത്ര മനുഷ്യന്മാരെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്? എന്തിനാ അടികൊണ്ടത്, മുറിവേറ്റത്, രക്തമൊലിപ്പിച്ചത്? ക്ഷമയോടെ നോക്കി നിന്നു. അവിടെ നിന്നറിയാം ഹിദായത്തിന്റെ മാർഗം. സുബ്ഹാനല്ലാഹ്. ദഅവ പ്രവർത്തനം കൊണ്ട് ദീനിൽ നിന്നും അകന്നു പോകുന്നവരെ അടുപ്പിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഒരു സുന്ദരമായ ഒരു പ്ലാറ്റ്ഫോം വേറെ എന്താ ഉള്ളത്? അതാണ് ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ അവസാന ദിവസം നടക്കുന്ന വിവാഹം. അല്ലാഹു അത് സന്തോഷത്തോടുകൂടെ കാണാനും നടത്തിക്കൊടുക്കുന്ന വിവാഹം പടച്ചറപ്പിന്റെ പൊരുത്തത്തിലാകാനും അതുപോലെ അവരുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാകാനും നിങ്ങളൊക്കെ ദുആയിരക്കണം. അതിന്റെ പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചുവോ അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് കുടുംബത്തുള്ള ദാരിദ്ര്യം കൊടുക്കാതിരിക്കട്ടെ. അതിനാ നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമ്മളെ കൊണ്ട് 10 പൈസ കൊടുക്കാൻ കഴിയില്ല, എന്നാ സാന്നിധ്യം കൊണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷാണല്ലോ. ആ ഒരു സന്തോഷത്തിന് വേണ്ടി സാധുക്കളായി ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടി ഇനിയുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്വന്തം കുടുംബത്ത് നടക്കുന്ന വിവാഹം എത്ര സന്തോഷത്തോടെ കാണുന്നു അതുപോലെ ആയിരിക്കണം. ഒരു 3 പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം ഈ വേദിയിൽ വെച്ച് നടക്കുമ്പോൾ നിക്കാഹ് എവിടെ നിന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. മാഷാ അല്ലാഹ്. അതിന് പള്ളി കമ്മിറ്റിയും നാട്ടുകാരും ഇവിടുത്തെ ഉസ്താദന്മാരും അതുപോലെ ഉമ്മപെങ്ങന്മാരും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പറേറ്ററോടെ പോയി ഓപ്പറേറ്റർ പോയോ? മോണിറ്റർ അപ്പുറം വെച്ചാൽ ഭയങ്കര വലിയ ഒന്ന് വിളിച്ചോടുന്ന മുന്നേ ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഫീൽസ് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആക്ഷേപിക്കാൻ പോകരുത്. ഇവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞത്, നമ്മൾ അവരെ കൂടെ ഒന്ന് കൂടിക്കൊടുക്കുക. സഹോദരിമാരെ, എന്താണ് 1 ഗ്രാം സ്വർണം എന്റെ വകയായിട്ട് കൊടുക്കാൻ പറ്റും? ഇനിയും ദിവസമുണ്ട്, സമയമുണ്ട്, നഷ്ടപ്പെട്ടിട്ടില്ല. എന്തേ കാരണം അറിയോ? നിങ്ങൾ എല്ലാവരും 5 പവൻ അവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് 1 ഗ്രാം കൊടുക്കാം എന്ന് ഒരു 5 ആളുകളെ പോന്ന് സുബ്ഹാനല്ലാഹ് കൊടുക്കുമ്പോ ഈ മോണിറ്റർ ഭയങ്കര വലിവുണ്ടല്ലോ. ഒന്ന് ക്ലിയർ ഇതാക്കിയിട്ട് നമ്മളൊന്ന് സഹകരിച്ചു കൊടുത്താൽ തീർച്ചയായും 5 എന്നുള്ളത് 6 പവൻ കൊടുക്കാൻ കഴിയും. 6 പവൻ കൊടുക്കാൻ കഴിയും. 3 പെൺകുട്ടികൾക്ക് ഒരു 3 പവൻ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. അപ്പൊ അടുത്ത് നിങ്ങൾ കാസർഗോഡ് കണ്ട ഒരു പെൺകുട്ടിന്റെ കല്യാണം, ധരിച്ച ചെരുപ്പ് സ്വർണം. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ്! ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ കോലത്തിൽ ആ പെൺകുട്ടിയുടെ ശരീരം മുഴുവനും സ്വർണം. അതിനേക്കാൾ അപ്പുറത്ത് പേര് പറയാൻ പറ്റുമോ? അത് എന്നിട്ട് അഹങ്കരിക്കുകയാണ്. ആ സ്വർണത്തിനേക്കാൾ അത്രയും വിലമതിപ്പുള്ള വാഹനം ഇത് കൊടുക്കുമ്പോ ഒരു പാവപ്പെട്ട കുടുംബത്തെ പെൺകുട്ടി കാണുകയാണ്. അല്ലാഹുവേ, എന്റെ ബാപ്പ മരിച്ചു പോയല്ലോ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയല്ലോ, എന്റെ ആങ്ങളക്ക് ഇതുപോലെ, സഹോദരൻ ഇതുപോലെ 1 പവൻ സ്വർണം വാങ്ങി തരാൻ കഴിയുന്നില്ല. എന്റെ ബാപ്പ രോഗിയാണ്, എന്റെ ആങ്ങള കിഡ്നി രോഗിയാണ്, എന്നെ സഹായിക്കാൻ എനിക്കാരുമില്ല. എന്റെ പ്രായമുള്ള എന്റെ കൂടെയുള്ള ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ അതേ മറ്റൊരു ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ പണമില്ലല്ലോ അല്ലാഹ്. 1 പവൻ സ്വർണം പോലും എന്റെ കുടുംബത്തിൽ നിന്ന് തന്ന് എന്നെ ഇറക്കാൻ കഴിയുന്നില്ല. ഒരു സാധുവായ പെൺകുട്ടി കണ്ണീരൊഴുക്കിയ കണ്ണുനീര് ഭൂമിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ശാപമുണ്ടോ?
എത്ര വലിയ മുസീബത്താണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അങ്ങനത്തെ ഫറ നിറഞ്ഞിരിക്കുന്ന സാധുക്കളായ പെൺകുട്ടികളുടെ കണ്ണുനീര് ഭൂമിയിൽ ഉറ്റി ശപിക്കുന്നതിനെ തൊട്ട് കാവലിനെ ചോദിക്കേണ്ടതുണ്ട്. അതേ കയ്യിൽ പണമുണ്ടായിട്ടും കെട്ടിക്കാൻ കഴിയാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. സൗന്ദര്യമുണ്ട്, അതേ പക്ഷേ ശരീരിക്കാൻ സ്വന്തമായ വീടില്ല, ഒരു പവൻ സ്വർണം കൊടുക്കാൻ കഴിവില്ല, ദുഃഖിച്ചു കഴിയുന്ന പെൺകുട്ടികളില്ലേ? നമ്മളാണോ മുത്തുനബിയെ മഹബത്ത് വെക്കുന്നവർ? അതേ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്ന് വെറും സ്വലാത്ത് ചൊല്ലൽ മാത്രമാണോ നബി തങ്ങളോടുള്ള മഹബത്ത്? നാരിയത്ത് സ്വലാത്ത് 11 വട്ടം ചൊല്ലലാണോ നബി തങ്ങളോടുള്ള സ്നേഹം? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മൗലിദ് നടത്തലാണോ നബി തങ്ങളോടുള്ള സ്നേഹം? അതേ റബീഉൽ അവ്വൽ 12ന്റെ അന്ന് ഭക്ഷണം വെച്ച് വിളമ്പലാണോ നബി തങ്ങളോടുള്ള സ്നേഹം? ഒരിക്കലും അതിൽ മാത്രം നിങ്ങൾ ഒതുക്കാതെ ഇതുപോലെയുള്ള ജീവിതം കണ്ട് ഞാനും നിങ്ങളും അവരിലേക്കൊന്നിറങ്ങിയിട്ട് ഒരു സാധുവായ പെൺകുട്ടിക്ക് നിങ്ങൾ ഒരു ജീവിതം കൊടുത്തോ? മഹബ്ബത്ത് റസൂലില്ലാഹ്, മുത്തുനബിയോടുള്ള മഹബ്ബത്താണ് വിശ്വാസികളെ. 1 കോടി സ്വലാത്ത് ചൊല്ലുന്ന ഞാനും നിങ്ങളും, അതേ 10 ലക്ഷം സ്വലാത്ത് എല്ലാം നേർച്ചയാക്കുന്ന ഞാനും നിങ്ങളും, അതേ സ്വലാത്ത് ചൊല്ലി 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 മുത്തുനബിയെ കാണണമെന്ന് ആശിക്കുന്നവരാണ്. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് മാത്രം പോരാ, നബി തങ്ങളെ കാണാൻ ആ സ്വലാത്ത് മാത്രം ഞാനും നിങ്ങളും നിശ്ചയിച്ചാൽ പോരാ. ഇതുപോലെയുള്ള സാധുക്കളായ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു നേരത്തെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അവസരം കൊടുക്കുന്നവരാരോ, അത് നബി തങ്ങളോടുള്ള സ്വലാത്ത് തന്നെ. രോഗികളെ സഹായിക്കുന്നവരുണ്ടോ? അത് മുത്തുനബിയോടുള്ള സ്വലാത്താണ് വിശ്വാസികളെ. അതേ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ സഹായിക്കുന്നുവോ? അത് ഹബീബിനോടുള്ള മഹബത്തും സ്വലാത്തും തന്നെയാണ്. ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നവരിലേക്കൊന്നിറങ്ങി തിരിച്ചവരെ പ്രയാസങ്ങളിൽ മുഴുവനും ഇടപെട്ട് അവരെ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ഇത്തരം പ്രസ്ഥാനത്തിലൂടെ സിറാജുൽ ഹുദയിലൂടെ സഹായിക്കുന്നവരുണ്ടോ? അത് വലിയ സ്വലാത്ത് തന്നെ. ഉമ്മമാരെ, ഞാൻ ചുരുക്കുകയാണ്, ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സഫർ മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു മാസം അങ്ങ് കഴിഞ്ഞാൽ ഈ ലോകത്ത് തുല്യതയില്ലാത്ത നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോൾ തീരുമാനിച്ചേക്കണം, ഈ വരുന്ന റബീഉൽ അവ്വൽ മാസത്തില് എന്റെ അയൽവക്കത്ത് എത്ര സാധുക്കളുണ്ടോ അവരിലേക്ക് ഞാനിതാ ഒരു സഹായസ്ഥങ്ങളുമായി ചെല്ലുകയാണ്. അതേ പുര നിറഞ്ഞിരിക്കുന്ന കെട്ടിക്കാൻ പ്രായമെത്തിയിട്ട് കഴിവില്ലാതെ കണ്ണീരൊഴുക്കി കൽബ് വേദനയോടെ കഴിയുന്നവരുണ്ടോ? ഞാൻ അവരിലേക്കൊന്ന് കടന്നു ചെല്ലട്ടെയോ? അടുത്ത മാസം എന്റെ പെൺകുട്ടിയുടെ വിവാഹമാണ്. ഞാൻ കൊടുക്കുന്നത് 100 പവനാണ്. അതിൽ നിന്ന് ഒരു 5 പവൻ ഞാൻ ഒന്ന് മാറ്റിവെച്ച് എന്റെ ഈ കെട്ടിച്ചയക്കുന്ന പെൺകുട്ടിയുടെ ജീവിതമെന്ന് സന്തോഷകരമാകുന്നതിന് വേണ്ടി അതേ കുറച്ചു കാലം കൂടെ ജീവിച്ച് എല്ലാം കൊടുത്തത് മുഴുവനും വിറ്റ് ചുട്ട് നശിപ്പിച്ച് കുടുംബത്ത് കൊണ്ടുവന്ന് തള്ളുന്നതിന് പകരം ആ ഒരു മുസീബത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പാവപ്പെട്ട പെൺകുഞ്ഞിന് ഞാനൊന്ന് നീക്കി വെക്കട്ടെ. 1 പവൻ സ്വർണം. മഹബ്ബത്ത് റസൂലില്ലാഹ്, അത് മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്. ഇന്ന് മുതൽ 100 കണക്കിന് വീടുകളുള്ള ഈ മഹല്ലിലുള്ള എന്റെ വിശ്വാസികളൊന്ന് തീരുമാനമെടുത്തേക്കണം. എന്റെ മകന്റെ വിവാഹം നടക്കുമ്പോ, എന്റെ മകളുടെ വിവാഹം നടക്കുമ്പോ അതേ ഞാൻ കുറെ ആഡ്ഭാരങ്ങളൊക്കെ കാണിച്ചു കൂട്ടി ഭക്ഷണം വെച്ച് വിളമ്പി വേസ്റ്റാക്കി കുപ്പത്തൊട്ടിയിൽ കൊണ്ട് തള്ളേണ്ടതിന് പകരം എന്റെ
കയ്യിൽ അള്ളാഹ് തന്ന പണം കൊണ്ട് ഈ മഹല്ലത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി ആശിക്കുന്നുണ്ട് വിവാഹ ജീവിതം. ആ കുട്ടിക്ക് വിവാഹ ജീവിതം ഹലാലായ മാർഗത്തിലൂടെ നടത്തി കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. അത് നടത്തിയില്ല എങ്കിൽ അന്യപുരുഷന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോകുന്ന ഗതികേട് എത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ. സമ്പത്തിന്റെ കുറവ് കൊണ്ട് കെട്ടിക്കാൻ അതേ കഴിവില്ലാത്തതിന്റെ പേരിൽ ഒരു മുസ്ലിം തറവാട്ടിൽ പിറന്ന പെൺകുട്ടി ഇറങ്ങി ഓടിപ്പോയാൽ മുതലാളിമാരെ അല്ലാഹ് എന്നെയും നിങ്ങളെയും വെറുതെ വിടൂല. അതേ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് ആ പെൺകുട്ടി വരികയാണ്. അതേ യാ റസൂലല്ലാഹ്, ഇതൊക്കെ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ കുടുംബത്തെ അന്നം വാങ്ങാൻ പോലും വകയില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുതലാളിമാര് പണക്കൊഴുപ്പ് കൊണ്ട് പലതും കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞങ്ങളും മനുഷ്യരാണ്, വൈകാരിക ചിന്തകൾ ഞങ്ങൾക്കുണ്ട്, ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ആശയുണ്ട്. അതേ ആ ആശ വെച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഹലാലായ മാർഗത്തിലൂടെ ഇറങ്ങിത്തിരിക്കാൻ വകുപ്പില്ലാതെ വന്നുപോയി. ഒരു ഗ്രാം സ്വർണം പോലുമില്ലാതെ സ്വീകരിക്കാൻ അപ്പുറത്ത് ഏതൊക്കെയോ തറവാട്ടിൽ പറന്ന യുവാക്കൾ ഞങ്ങളെ കൈനീട്ടി തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ അവരെ കരങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു നബിയേ, ആരാണ് ഉത്തരവാദി? എന്റെ വിശ്വാസികളെ, പാപ്പ മരിച്ചുപോയി ആക്സിഡന്റിൽ, അതേ കിഡ്നിക്ക് തകരാറിലായി പാപ്പ മരിച്ചുപോയി. ആ പെൺകുട്ടി യതീമാണ്. ആ യതീമായ പെൺകുഞ്ഞിനെ നോക്കേണ്ട ബാധ്യത ആർക്കാണ്? എന്റെ വിശ്വാസികളെ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. ആ ചെറിയ സൂറത്തിലൂടെ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചില്ലേ അവർക്കുള്ള സ്ഥാനം എത്രയാണ്? അതിനാണ് ഇവിടെ പ്രായാധിക്യം വകവെക്കാതെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു 5 ദിവസം ഉറക്കമൊഴിക്കാൻ ഞാനും നിങ്ങളും ഇവിടെ നേർച്ചയാക്കിയിട്ടുള്ളത്. നമ്മുടെ ആലിമീങ്ങൾ ആത്മീയമായി നേതൃത്വം കൊടുത്തിട്ടുള്ളത്. യുവാക്കന്മാർ ഈ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്റെ യുവാക്കളെ, ഇന്ന് മുതലൊന്ന് ചിന്തിച്ചേക്കണം. അല്ലാഹുവേ, ഒരൊറ്റ പെൺകുട്ടിയും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ പൊര നിറഞ്ഞിരുന്ന അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയിക്കൂടാ. അത് മദീന മുനവ്വറയിൽ വെച്ച് ഹബീബ് കാണുന്നുണ്ട്. അവിടത്തെ ഉമ്മത്തുകൾക്ക് വരുന്ന ദുഃഖം അറിയുന്നുണ്ട്. റൗളാ ശരീഫിൽ കിടന്ന് ദുഃഖിക്കുന്നുണ്ട്. അവസരം കൊടുക്കരുത്. സ്വലാത്ത് ചൊല്ലിക്കൂടൽ മാത്രമല്ല നബി തങ്ങളോടുള്ള മഹബത്ത്. അതല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് ഞാൻ നിങ്ങൾ മൗലിദ് നടത്തൽ മാത്രമാണോ നബി തങ്ങളോടുള്ള മഹബത്ത്? ആ വിളിച്ചു വരുത്തണം, മൗലിദ് നടത്തണം, അന്നദാനം നടത്തണം, അതേ സ്വലാത്ത് ചൊല്ലിപ്പിക്കണം, ഇത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഒപ്പം തന്നെ ഈ ഒരു ദൗത്യവും കൂടി ഏറ്റെടുത്ത് ഇതുപോലെയുള്ള സംരംഭങ്ങളിലൊക്കെ ഞാൻ നിങ്ങളും ഒന്ന് കൂടിക്കൊടുത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളങ്ങ് ഇറങ്ങി പോകുമ്പോ പടച്ചവനെ, അബൂബക്കർ ഹാജിയുടെ മകളെ വിവാഹത്തിന്റെ ഭാഗമായി എനിക്കും ഒരു ജീവിതം തന്നല്ലോ. നാളെ 3 പെൺകുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടികൾ ചിന്തിച്ചതുപോലെയുള്ളൊരു ജീവിതം കിട്ടുമ്പോ അൽഹംദുലില്ലാഹ്, മലക്കുകൾ ആമീൻ പറയുന്നില്ലേ? ചെറുപ്പക്കാരെ, നിങ്ങൾ അടിച്ച നോട്ടീസ് മുതലായില്ലേ? നിങ്ങൾ ഒട്ടിച്ച ഫ്ലക്സ് മുതലായില്ലേ? സ്റ്റേജ് കെട്ടിയത് മുതലായില്ലേ? ചെയർ വരത്തിയത് നിങ്ങൾക്ക് മുതലായില്ലേ? ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് മുതലായില്ലേ? അതേ ഇവിടെ വന്നിരുന്നത് മുതലായില്ലേ? ആ 3 പാവപ്പെട്ട മക്കൾ അവിടെ നിന്ന് പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാ, ഞങ്ങൾ ഹറാമ് ചിന്തിച്ചു പോയി. ഇനിയും ഒരു ജീവിതം കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകും. അതിനൊരു വഴിതടമായി ഞങ്ങളെ തടയിട്ടുകൊണ്ട് ഈ നാട്ടിലെ യുവാക്കളും ഉമറാക്കളും സമ്പന്നരായ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ജീവിതം തന്നല്ലോ അല്ലാ. ആരാണ് സന്തോഷിക്കുന്നത്? അത് മദീന മുനവ്വറയിൽ നിന്നും ഒരു പുതിയ പളയെ പോലെ ഉമ്മത്തുകൾക്ക് വേണ്ടി ദുഃഖിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളെ സന്തോഷിക്കുകയാണ്. അല്ലാഹു ആ സന്തോഷം കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനേ. അപ്പൊ അതുകൊണ്ട്
നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുക. നമ്മളെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിക്ക് ഞാൻ ഒരു പവൻ അല്ലെങ്കിൽ ഒരു ഗ്രാമെങ്കിലും ഞാൻ മാറ്റിവെക്കട്ടെ. അവിടെ നടത്തുന്ന റിസപ്ഷന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം പോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് മാറ്റിവെക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അപ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് അങ്ങനെ മാറ്റിവെച്ച കൂടുതൽ ജനങ്ങൾ മുമ്പിൽ കൈനീട്ടേണ്ടി വരൂല. എല്ലാ കൊല്ലവും ഇന്ന് 3 ആണെങ്കിൽ അടുത്ത പ്രാവശ്യം 6 ആവണം, അടുത്ത പ്രാവശ്യം 6 ആണെങ്കിൽ പിറ്റത്തെ മാസം 9 ആവണം, പിറ്റത്തെ കൊല്ലം അങ്ങനെ എണ്ണം വർദ്ധിപ്പിച്ച് ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് 6 കുട്ടികൾ കെട്ടിക്കണം. ആവൂലേ? എന്താ പ്രസിഡന്റ്? ആവൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് തന്നെ നേർച്ചയായിക്കോളെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലി നമ്മുടെ നാട്ടിൽ ഇതുപോലെ നടക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ദുആയിലേക്ക് കടക്കാം, നാരിയത്ത് സ്വലാത്തിലേക്ക് കടക്കാം. അല്ലാഹുവേ, ഞങ്ങളെ ഹബീബിനെ ഹളറത്തിലേക്ക് എത്തിച്ചു തരണം റഹ്മാനെ, നീ എത്തിച്ചു തരണം റഹ്മാനെ. ആ ഹബീബല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു നേതാവില്ല. ഞങ്ങൾക്ക് വേണ്ടി ഏറുകൊണ്ട നിബിതങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടി ചീത്ത കേട്ട ഹബീബാണ്. അവിടത്തെ കഴുത്തിൽ ചീഞ്ഞരിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല പേറേണ്ടി വന്നത് സാധുക്കളായി ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ വരുമ്പോഴത്തേക്കും എന്റെ ഉമ്മമാരെ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളൂ. നിങ്ങൾക്കറിയില്ലേ, സ്വലാത്ത് ചൊല്ലി കറാമത്ത് കാണിച്ചൊരു പെൺകുട്ടിയുടെ കഥ എത്ര വലിയ സംഭവമാണ്. ആ പെൺകുട്ടി നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുവെങ്കിലും ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മഹാനായ ശൈഖ് സുലൈമാനുൽ ജസൂരി, ആ പേര് ഞാൻ ആവർത്തിച്ച് ഇവിടെ പറയും. നിങ്ങൾ റളിയല്ലാഹു എന്ന് പറയണം. അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സ്വർഗ്ഗത്തിലാക്കി തരട്ടെ. ചെറുപ്പക്കാരെ, എന്റെ പ്രഭാഷണം നീണ്ടുപോകുന്നു, നിങ്ങൾക്ക് വിഷമം വേണ്ട. നിങ്ങളെക്കാൾ വലിയ ക്ഷീണം എനിക്കുണ്ട്. വലിയ ദീർഘമായ യാത്ര കഴിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നാളെയും ഇതുപോലെ പരിപാടി കഴിഞ്ഞ് വേണം എനിക്ക് എന്റെ നാട്ടിലെത്താൻ. എനിക്കും വല്ലാത്ത ക്ഷീണമുണ്ട്, വകവെക്കല്ലേ. നിങ്ങളെ കൂടെയൊന്ന് ഞാനും കൂടി തരികയാണ്. ഒരു 10 പവൻ കൊടുത്ത് സ്വർണം കൊടുത്ത് കെട്ടിക്കാൻ എനിക്ക് കഴിയൂല. മറിച്ച് നിങ്ങൾ കൊടുക്കുന്ന വേദിയിൽ ഒന്ന് വന്നൊരു 10 മിനിറ്റ് ഹബീബിന്റെ മഹബത്ത് പറഞ്ഞു പോയാൽ ആ സമ്പന്നരായ ആളുകൾ കൊടുക്കുന്നതിന് തുല്യമല്ലേ എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കണ്ണിന്റെ ബോൾ ഞാൻ അടച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മഹബത്ത് റസൂലില്ലാഹ്, ആ ഹബീബിനോടുള്ള മഹബത്ത് ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തരുത്. ആ മുത്തുനബിയാണ് നമുക്കുള്ള രക്ഷ. കണ്ടില്ലേ, ശൈഖ് സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു വുളു ഇല്ലാതെ ഹബീബിന്റെ പേര് പറയൂല. മുത്തുനബിയെ അങ്ങേയറ്റം ഇഷ്ക് വെക്കുന്ന ആശിക്കല്ലേ. അത്രയും വലിയ മഹാനായ ആശിഖുർ റസൂൽ ബഹുമാനപ്പെട്ട ശൈഖ് സുലൈമാനുൽ ജസൂരി തങ്ങളൊരു തവണ റോട്ടിലൂടെ നടന്നു പോവുകയാണ്. അവിടുന്ന് വുളു നഷ്ടപ്പെട്ടു പോയി. നടത്തത്തിലും ഇരുത്തത്തിലും ഏത് സമയവും മുത്തുനബിക്കുള്ള സ്വലാത്താണ്. എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്ത് ചൊല്ലി നബികളെ കാണാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ആ മഹാനാണെങ്കിലോ ഒരു സെക്കൻഡ് പോലും വുളു നഷ്ടപ്പെടുന്ന സമയമില്ല. ബോധമുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ സ്വലാത്ത് ചൊല്ലി നടക്കുന്ന മഹാനായ ശൈഖ് സുലൈമാനുൽ ജസൂരി തങ്ങൾ അവിടെ നിന്നതാ വുളു നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ട വുളു സുബ്ഹാനല്ലാഹ് എങ്ങനെ ഇനി തിരിച്ചു കിട്ടും? വെള്ളം കാണുന്നില്ല. മരുഭൂമിയിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കാണാൻ കഴിയുന്നില്ല. ആ സമയത്താണ് കുറെ ദൂരത്തേക്ക് അങ്ങ് നോക്കിയപ്പോൾ ഒരു കിണർ കാണുകയാണ്. ആ കിണറ്റിന്റെ അരികിലേക്ക് ഓടി പോവുകയാണ്. എനിക്കൊന്ന് വുളു എടുക്കേണ്ടതുണ്ട്. ആ വുളുവോടുകൂടി എന്റെ ഹബീബിന്റെ പേരൊന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ആ മുത്തുനബി എനിക്കൊന്ന് മഹബത്ത് വെക്കേണ്ടതുണ്ട്. നാളെ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്റെ കൈപിടിച്ചു കൊണ്ടുപോകാറുള്ള എന്റെ നേതാവാണ്. ഓടി ലക്ഷ്യം വെച്ച് കിണറ്റിന്റെ അരികിലേക്ക് അങ്ങെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്
കിണറ്റിൽ ശുദ്ധജലമുണ്ട്, ആഴമേറിയ കിണറാണ്. പക്ഷേ ആ വെള്ളം കോരിയെടുക്കാൻ ഒരു വകുപ്പും കാണുന്നില്ല. ബക്കറ്റില്ല, മോട്ടറില്ല, പമ്പ് സെറ്റില്ല, ഒരു പാളയും കയറും അവിടെ കാണുന്നില്ല. എന്ത് ചെയ്യുമെന്ന് വളരെ വേദനയോടെ നോക്കുകയാണ്. കിണറിന്റെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയാണ്. നിരാശയോടെ മടങ്ങുന്ന മഹാനവറുകൾ അവിടെ നിന്ന് ചിന്തിച്ചു പോയി, അല്ലാ എനിക്കെന്റെ ഉദു നഷ്ടപ്പെട്ടു പോയി. കിണറ്റിനാണെങ്കിൽ വെള്ളമുണ്ട്, കോരാൻ വകുപ്പില്ലല്ലോ. നിരാശയോടെ മടങ്ങുന്ന രംഗമങ്ങ് കാണുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന മറക്കപ്പുറത്തിരിക്കുന്ന എന്റെ ഉമ്മപെങ്ങന്മാര്, സഹോദരിമാരെന്ന് ഓർത്തുകൊള്ളണം. കണ്ട ഉടൻ തന്നെ ഒരു പെൺകുട്ടി ഓടി വരികയാണ് കിണറിന്റെ അരികിലേക്ക്. ആ കിണറിന്റെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നു, ആരോഗ്യമുള്ള ഞാനും നിങ്ങളും എത്ര നിസ്കാരം നഷ്ടപ്പെടുത്തുന്നു. യാത്രക്കടയിൽ ഏതൊക്കെ നിസ്കാരമാണ് ഒഴിവാക്കുന്നത്? അവിടെ നിന്ന് ഫർദ് നിസ്കാരത്തിന് വേണ്ടിയല്ല. ആ സയ്യിദ് അവറുകൾ പറയുന്നു, എന്നെ കൊണ്ടുപോയി വുളു എടുപ്പിക്കണം. അങ്ങേ അറ്റത്തുള്ള കമ്പാർട്ട്മെന്റിന്റെ അരികിലുള്ള ബാത്റൂമിന്റെ സൈഡിൽ കൊണ്ടുപോയി ഒന്നിരായ ശൈഖുനി അങ്ങ് വെള്ളം പിടിച്ച് വുളു എടുപ്പിച്ചു വരികയാണ്. അവിടെ വന്നിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നു. ചെറുപ്പക്കാരാ, എത്ര റവാത്തിബ് സുന്നത്ത് ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിസ്കരിക്കുന്നുണ്ടോ ഞാനും നിങ്ങളും? ഈ പ്രായാധിക്യത്തിലും പതിവ് പോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ആടി ഉലയുന്ന ട്രെയിനകത്ത് വെച്ചുകൊണ്ടാണ്. അനങ്ങാത്ത AC റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ല, ആടി ഉലയുന്ന ട്രെയിനിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് വുളു എടുത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന നേതാവിന്റെ അനുയായികളെ, നിങ്ങൾ ഈ സംഘടിപ്പിച്ച പരിപാടി അന്ന് പൊരുത്തപ്പെട്ടതാവണോ? അവരെ ഗുരുത്തവും നാം സമ്പാദിക്കേണ്ടതുണ്ട്. അവിടെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിയോടടുത്ത സമയം ഉടനെ തന്നെ സുബ്ഹി നിസ്കരിച്ച് പതിവ് പോലെ ഔറാദുകളൊക്കെ പൂർത്തീകരിച്ച് വന്യരായ സയ്യിദ് അവറുകളൊന്ന് മയങ്ങിക്കിടക്കുന്നു. ഉസ്താദും അവിടെ നിന്ന് നിസ്കരിച്ചൊന്ന് ഉറങ്ങി. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സമയമായി, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളതല്ലേ എന്ന് പറഞ്ഞു ഒരു ചെറിയ ഖാദിമിനെ പോലെ മഹാനായ കാന്തപുരം ഉസ്താദ് ഖിദ്മത്തെടുത്തു കൊടുക്കുന്ന രംഗമല്ലേ. ഈ പാവപ്പെട്ടവൻ ഞാൻ ഇന്നിവിടെ വന്നപ്പോ എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ ആളുകളുണ്ടായി, സിയാറത്തിന് കൊണ്ടുപോകാൻ ആളുകളുണ്ടായി, എനിക്ക് ഭക്ഷണം തരാൻ ആളുകളുണ്ടായി, എന്റെ ഡ്രസ്സ് കഴുകി ഇസ്തിരിട്ട് തരാൻ ആളുകളുണ്ടായി, എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആളുകളുണ്ടായി, എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ടായി. ഇതൊക്കെ ഇല്ലാത്തൊരെങ്കും വരാനില്ലേ? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടല്ലേ അവര് ഹിദമത്തെടുക്കുന്നത്? ആർക്കാണ് ഹിദമത്തെടുക്കുന്നത്? സയ്യിദ് തറവാട്ടിലെ കാരണവരായ ഉള്ളാളത്തെ പാപ്പാക്ക് പർവ്വതതുല്യരായ ഉലമാക്കളെ കൂട്ടത്തിൽപ്പെട്ട AP ഉസ്താദ് രാത്രി ട്രെയിനിൽ വെച്ച് ഹിദമത്തെടുത്തു കൊടുക്കുന്നു. അവരേൽപ്പിച്ച പ്രസ്ഥാനമാണ് എന്റെ ചെറുപ്പക്കാരെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പാപ്പ ഇറങ്ങി. ഉസ്താദ് ഇവിടെ വന്ന് മീറ്റിംഗിൽ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. 10 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 10:25 തുടങ്ങുന്നത്. ഉസ്താദ് അവിടെ നിന്ന് യോഗത്തിൽ അങ്ങ് നിന്ന് സലാം പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ഞാൻ എത്താമെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ എത്തിയില്ല, നിങ്ങൾ 10 മിനിറ്റ് എന്നെ കാത്തിരുന്ന് മോഷിച്ചിട്ടുണ്ടാകും. ഇതും പറഞ്ഞു ഉസ്താദ് പൊട്ടിക്കരയുന്നു. ഞാൻ ഇന്നലെ പരിപാടിയും കഴിഞ്ഞ് ക്ഷീണിച്ച് എന്റെ മനസ്സിൽ വേദന വന്നുപോയി. എന്തിനാണ് ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത്? എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ പോരെ എന്ന് ചിന്തിച്ച് ട്രെയിനിൽ കയറിയപ്പോഴാണ് 2 കൂട്ടർക്കും അറിയൂല ഇങ്ങനെ ഈ ട്രെയിനകത്തുള്ള ആളത്തെ പാപ്പയുണ്ടെന്നും AP ഉസ്താദ് ഉണ്ടെന്നും അറിയാതെ അങ്ങ് കയറി അടുത്തു വന്ന് സംഭവിച്ചു പോയി. ഉസ്താദ് പറയുന്നു, മക്കളെ, ചെറുപ്പക്കാരായി ഈമാനുള്ളവരോടാണ് ഞാനത് പറയുന്നത്. അവിടെ നിന്ന് പറയുന്നു, ആ ചിന്തയ്ക്കുള്ള മറുപടിയാണ് എനിക്ക് ഉള്ളാളത്തെ പാപ്പ തന്നത്. എന്റെ മുഖത്തടി കിട്ടിയതുപോലെ എനിക്ക് കിട്ടിപ്പോയി. എന്റെ കാലിൽ നീര് പ്രശ്നമല്ലോ. വാക്കുകൾ വരുന്നില്ല. ഉസ്താദ് ദുഃഖിക്കുകയാണ്. ഇതും പറഞ്ഞവിടെ നിന്ന് പറയുന്നു, ദലാൽ ഖൈറാത്ത് ചൊല്ലി തീർത്തു.
എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, ഞാനിത് ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, ഇത്രയും സൂക്ഷ്മതയോടെ പാതിരാത്രിയിൽ 2 മണി സമയത്തും നിർബന്ധം പോലെ ചൊല്ലിത്തീർത്ത ദലാഇൽ ഖൈറാത്ത് അവിടെ മുതൽക്കാണ് ഈ പെൺകുട്ടിയുടെ ഒരൊറ്റ കറാമത്ത് കൊണ്ടാണ് ഈ ലോകം വെളിച്ചം കാണുന്നത്. ശൈഖ് സുലൈമാനുൽ ജസൂരി തങ്ങൾ അവിടെ രചിച്ച ദലാഇൽ ഖൈറാത്ത് എന്ന് പറയുന്ന ബഹുമതിയേറിയ സ്വലാത്ത് ഈ ഒരൊറ്റ കാരണം കൊണ്ടല്ലയോ ഉള്ളാളത്തെ പാപ ചൊല്ലിയതിന്റെ ഗുണം ആ പെൺകുട്ടിയുടെ ഖബറിലേക്ക് ഇന്ന് ഞാൻ ചൊല്ലിയവരാണ് ആ ഖബറിലേക്ക് എത്തുകയില്ലേ? ഇങ്ങനെ ഈ ലോകത്താര് ചൊല്ലിയാലും ആ പെൺകുട്ടിയുടെ ഖബറിലേക്ക് എത്തുകയാണ്. ശൈഖ് സുലൈമാൻ ജസൂരി തങ്ങളുടെ ഖബറിലേക്ക് എത്തുകയാണ്. സ്വലാത്തിന്റെ മഹത്വമല്ലയോ? അല്ലാ, ഞങ്ങൾക്കും അതൊന്ന് പതിവാക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഇതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മളത് വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ ഉമ്മപെങ്ങന്മാരെ, ഈ റബീഉൽ അവ്വൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി എനിക്കൊന്ന് മദീനത്തെത്തണം, എൻ്റെ ഹബീബിനെ കാണണം, ഈ കണ്ണുകൊണ്ട് എനിക്ക് എൻ്റെ മുത്തുനബിയെ കാണണം, എന്നിട്ട് മരിക്കണം എന്ന നിയ്യത്തിൽ നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വെച്ച് തീരുമാനമെടുത്ത് ഇനിയുള്ള നാളുകളിൽ മുഴുവനും അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ജീവിതമായിരിക്കണം. എങ്ങനെ കിബറോട് കൂടി ചൊല്ലിയാൽ നഷ്ടപ്പെടാത്ത ഒന്നാണ് സ്വലാത്ത്. ആ സ്വലാത്ത് എനിക്കൊന്ന് പതിവാക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്തയോടുകൂടെ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് പിരിയണം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ദുആ ഇറക്കാം. ദുആ അല്ലാതെ വേറെ ഒന്നും നമുക്കില്ല. എൻ്റെ ചെറുപ്പക്കാരെ, ആത്മാർത്ഥമായി നാം ആമീൻ പറയുക. നിങ്ങൾ ഈ പ്രദേശത്ത് നമ്മൾ ഇസ്മായിൽ തങ്ങൾ കഴിഞ്ഞ മാസം സ്ഥാപനത്തിൽ വന്നപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുക്ക് സുബ്ഹാനല്ലാഹ് സുബ്ഹിക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ കാണുന്നില്ല. നിങ്ങൾ ഉള്ളാത്ത ഈ പ്രദേശത്ത് തന്നെയാണ്. കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി കാണുന്നില്ല, കുക്കിനെ കാണുന്നില്ല. നോക്കിയപ്പോ കിച്ചനൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. കമ്മിറ്റിക്കാരൊക്കെ വന്ന് ദേഷ്യം പിടിച്ച് ചവിട്ടി പൊളിക്കുക. ആ സമയത്ത് പാതിരക്ക് ഉളുവെടുത്ത് പോകുന്നത് കുട്ടികൾ കണ്ടിട്ടുണ്ട്. പാതിരക്ക് സുബഹിന്റെ ഉളുവെടുത്ത് പോകുന്നത് സാധാരണ ഒരു നാടൻ മനുഷ്യൻ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യനാണ്, കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ജീവിതത്തിൽ തഹജ്ജുദ് കൈയൊഴിക്കാറില്ല. മുതഅല്ലിമീങ്ങൾ പറയാം. അങ്ങനെ നോക്കിയപ്പോൾ അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ സുബഹിക്ക് അദ്ദേഹം കിടന്നുറങ്ങണ്ടാവും വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോയി. വാതിൽ ചവിട്ടി തുറന്നപ്പോ അദ്ദേഹം കൊടുത്ത തുടിയും അതേപോലെ തന്നെ ആ ചെറിയ ഷാളും പുതച്ച് സുജൂദിലായിട്ട് ഇങ്ങനെ മിണ്ടമറ്റാതെ കിടക്കുക. മരിച്ചിരിക്കുന്നു. ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. സുബ്ഹിയിലാണോ തഹജ്ജുദിലാണോ ആർക്കും അറിയുന്നില്ല. പക്ഷേ തഹജ്ജുദിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം സുബ്ഹിക്കാണെങ്കിൽ അദ്ദേഹം വാതിലടക്കാറ് പതിവില്ല. പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കാറ് പതിവ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ആ നാടൻ മനുഷ്യന്റെ ഇബാദത്തിന്റെ ശക്തി എത്രയാണ്. നിങ്ങൾ വിചാരിക്കുന്ന തങ്ങന്മാരെയും മൂല്യന്മാരെ മാത്രമേ ദുആക്ക് ഉത്തരവുള്ളൂ. അങ്ങനെ ധരിക്കരുത്. ഈ ഇരിക്കും നിങ്ങളുടെ ഒക്കെ ദുആക്ക് ഇജാബത്തുണ്ട്. വീട്ടിന്റെ അകത്തളത്തിരിക്കുന്ന ഉമ്മമാരെ ദുആക്ക് ഇജാബത്തുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നവരാകും. ഇന്ന് എനിക്ക് സുബ്ഹിക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല. എന്നെക്കാൾ കൂടുതൽ ഒരു പേജ് ഖുർആൻ ഓതിയിട്ടുണ്ടാവും. നിങ്ങൾ ദുആക്ക് അല്ലാഹു ഉത്തരം തരില്ലേ? നമ്മൾ പിന്നൊരു കാരണം മാത്രം. അപ്പൊ അതുകൊണ്ട് ദുആ കൊണ്ട് കിട്ടുന്ന ഗുണം വേറെ ഒന്നുമില്ല. നമുക്ക് അല്ലാഹുവോട് കരഞ്ഞ് പറഞ്ഞ് ഒരുപാട് വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ എത്രയാണ് കച്ചവടമില്ലാതെ ആളുകൾ കഷ്ടത്തിലാണ്, ജോലിയില്ലാതെ വിഷമത്തിലാണ്, നാട്ടിൽ തിരിച്ചു വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹുവോടൊക്കെ വിഷമങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. ഒരു കച്ചവടങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്ത് തൽക്കാലം നിർത്തി. ഇൻഷാ അല്ലാഹ് ഒരൽപ്പം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് അല്ലാഹുവിനോട് ദുആ ഇറക്കണം. അല്ലാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കുമാറാവട്ടെ.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة جميع الأنبياء والمرسلين والحمد لله رب العالمين. الله يغفر الذنوب جميعا. അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണ്ട. നമ്മളൊക്കെ ഒരു ഇപ്പൊ ഇവിടെ വന്നപ്പോഴും പലജാതി രോഗങ്ങളുള്ളവർ എന്നോട് വിഷമം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ ഈ മുത്ത് മുഅ്മിനീങ്ങൾക്കൊന്നും അങ്ങനത്തെ രോഗം നൽകില്ല റഹ്മാനെ. അതുകൊണ്ട് വലിയ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാ കൈപ്പമംഗലം കരീം ഹാജി ജീവിതകാലത്ത് കുറെ ഖിദ്മത്ത് എടുത്തു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അവിടെ നടക്കുന്ന ദിക്ർ ഹൽക്കയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ടവർ തന്ന ഒന്നാണ് ലൈസലഹ മിൻ ദൂനില്ലാഹി കാശിഫ. ഞങ്ങളത് അല്പം ചൊല്ലി അവിടെ ദ്വാരക്കും. എല്ലാ ദിക്റും കഴിഞ്ഞ് ദ്വാരയുടെ മുമ്പ് അത് ചൊല്ലിയിട്ട് അത് ദ്വാരക്കുക. അത് ചൊല്ലി ദ്വാരുന്ന ഇജാബത്ത് ഉറപ്പാണ്, ഒരു തർക്കമില്ല. സൗദി അറേബ്യയിൽ നിന്ന് ഇതേപോലെ ഒരുത്തൻ തളർന്നു കൊടുന്ന് മിണ്ടാൻ പറ്റാതെ സംസാരം നഷ്ടപ്പെട്ട് കാഴ്ചയും പോയി കയ്യും കാലും അനങ്ങാത്ത അവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് അവിടെ കൊണ്ടുവന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് മനുഷ്യന്മാർ മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. അവിടെ ദിക്ർ ഹൽക്കയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഈ സഹോദരൻ കണ്ണ് തുറന്നു, സംസാരം തുടങ്ങി, നടന്നു പോവുക. സ്ട്രക്ചറിൽ കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനെ പിന്നെ നടന്നു പോവുക. ഇങ്ങനെയൊക്കെ പല അത്ഭുതങ്ങളും ദുആടെ എന്റെ ദുആടെ വർക്കത്തുണ്ടല്ല, നിങ്ങളെ പോലുള്ള മുത്ത് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നതിന് വർക്കത്താണ്. അങ്ങനെ എത്രയോ മക്കളില്ലാത്തവർക്ക് 10-30 കൊല്ലം മക്കളില്ലാത്തവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. നിരാശയിൽ കഴിയുന്നവർക്ക് ഈ ഒരു ആയത്തിന്റെ പവറും ആ ദിക്റിന്റെ മജ്ലിസിന്റെ പവറാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായി ഇത്തിരി സമയം വൈകിയെന്ന് എനിക്കറിയാം, 12ക്ക് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്.